എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. എല്ലാവർക്കും ആദ്യമേ തന്നെ വാലന്റൈൻസ് ഡേയുടെ ആശംസകൾ നേരുന്നു. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ച വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ മറക്കാതെ നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, അതായത് ഞാനൊരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ ഒരു സമയം എൻ്റെ വീട്ടിലെ മാതൃഭൂമി ന്യൂസ് പേപ്പർ വരുത്തുമായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ദിവസത്തിൽ, അതായത് ഫെബ്രുവരി 14 ആ ഒരു ദിവസം ഈ ന്യൂസ് പേപ്പറിൻ്റെ ഒപ്പം എക്സ്ട്രാ ഒരു 2 പേജുള്ള പേപ്പർ കൂടെ വരും. അപ്പോൾ ആ ഒരു പേപ്പർ എന്ന് വെച്ചാൽ ഈ ഒരു വാലന്റൈൻസ് ഡേയുടെ പ്രണയദിനത്തിൻ്റെ ആശംസകളും പിന്നെ അതിനെ സംബന്ധിച്ച ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു പേപ്പറാണ്. അപ്പം ഞാനത് എടുത്ത് സൂക്ഷിച്ച് വെക്കുമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ആ ഒരു പ്രണയദിനത്തിൻ്റെ ആശംസ വായിക്കുന്നതിനേക്കാളും ഉപരി അതിലുള്ള പിക്ചറുകൾ, അതായത് റോസാപ്പൂവിൻ്റെ പിക്ചറും പിന്നെ അരയന്നങ്ങളുടെ പിക്ചറ്, ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള പിക്ചറ്, ഇതൊക്കെ വെട്ടി ഞാനൊരു വേറൊരു ബുക്കിൽ ഒട്ടിച്ച് വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ സമയത്തൊന്നും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. പക്ഷേ എനിക്ക് ആ പിക്ചർ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, വലിയ താല്പര്യമായിരുന്നു ആ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വെക്കാനും പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വേറൊരു ബുക്കിൽ ഒട്ടിച്ച് വെക്കാനൊക്കെ. പിന്നീടാണ് ഈ ഒരു വാലന്റൈൻസ് ഡേയുടെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയതും. എന്നാലും ഇതിൻ്റെ പുറകെയുള്ള ചരിത്രമൊന്നും എനിക്ക് അന്നേരം അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഈ 21-ാം നൂറ്റാണ്ടിൽ ഫെബ്രുവരി 14 എന്ന് പറഞ്ഞൊരു ദിവസം, അത് വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊരു എന്തും ചെയ്യാനുള്ള ലൈസൻസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഈ ദിവസത്തിൻ്റെ പുറകിൽ ഒരു പ്രധാന പുരോഹിതൻ്റെ ത്യാഗമുണ്ടെന്നോ അദ്ദേഹത്തിൻ്റെ സ്നേഹമുണ്ടെന്നോ പ്രേമമുണ്ടെന്നോ ഇന്നത്തെ കുട്ടികൾക്ക് അറിയാൻ മേല. അപ്പം നമുക്ക് ആ കാലഘട്ടത്തിലേക്ക്, ആ സ്നേഹത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കാം. റോമൻ ഭരണാധികാരിയായ ക്ലോഡിയസ് രണ്ടാമൻ ആ കാലത്ത് ഒരു നിയമം പുറപ്പെടുവിച്ചു. അതായത് യുവാക്കളായ സൈനികർ വിവാഹം കഴിക്കാൻ പാടില്ല. വിവാഹം കഴിച്ചാൽ അവർ കൂടുതൽ സമയം കുടുംബം കുട്ടികളുമായിട്ട് എൻഗേജ്ഡ് ആവും. യുദ്ധം വരുമ്പം യുദ്ധം ചെയ്യാനുള്ള വീര്യം കുറയും എന്നതുകൊണ്ട് വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു നിയമം ക്ലോഡിയസ് രണ്ടാമൻ പുറപ്പെടുവിച്ചു. പക്ഷേ പുരോഹിതനായ വാലന്റൈൻ എന്തു ചെയ്തു? ക്ലോഡിയസ് രണ്ടാമൻ അറിയാതെ ഈ പ്രണയിക്കുന്ന യുവാക്കളെയെല്ലാം വിവാഹം കഴിപ്പിച്ചു. പിന്നീട് ക്ലോഡിയസ് രണ്ടാമൻ ഇതറിയാനിടയാവുകയും പുരോഹിതനായ വാലന്റൈനെ ജയിലിലടയ്ക്കുകയും ചെയ്തു. പിന്നീട് ഫെബ്രുവരി 14 പുരോഹിതനായ വാലന്റൈൻ്റെ വധശിക്ഷ നടപ്പാക്കി. ഇതാണ് ഫെബ്രുവരി 14, അതായത് വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മളിപ്പോൾ ആചരിക്കുന്നത്, പ്രണയദിനമായിട്ട് നമ്മളിപ്പോൾ. അപ്പോൾ സെയിൻറ്റ് വാലന്റൈൻ്റെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആ ഒരു മൂല്യം മനസ്സിലാക്കി ഇന്നേ ദിവസം നമുക്കെല്ലാവർക്കും സന്തോഷപൂർവ്വം ആഘോഷിക്കാം. ഇത് പക്ഷേ കമിതാക്കൾക്ക് മാത്രം വേണ്ടിയുള്ളൊരു ദിവസമല്ല. അപ്പം ഇത് പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിവസമാണ്, യഥാർത്ഥ സ്നേഹത്തിൻ്റെ ദിനമാണ്. എല്ലാവർക്കും വാലന്റൈൻസ് ഡേയുടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു.